അലൈക്കും വറഹ്മത്തുള്ള A4 അറബിക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനമായി കൊണ്ട് ആചരിക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്കൂളുകളിലും മറ്റും നടക്കുന്ന ക്വിസ് കോമ്പറ്റീഷനുകൾക്ക് സഹായകമാകുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ടീച്ചർ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. അബുൽ ലോത്തിൽ അറബിയ, അറബി ഭാഷയുടെ പിതാവ് ആരാണ്? അറബി ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം യാറബ് ബിൻ ഖഹ്താൻ. യാറബ് ബിൻ ഖഹ്താനാണ് അറബി ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഫി അയ്യോമിൻ യുഹ്തഫലു അൽയോമുൽ ആലമി ലിൽ ലോത്തിൽ അറബിയ, ലോക അറബി ഭാഷാ ദിനമായിക്കൊണ്ട് ആചരിക്കപ്പെടുന്നത് എന്നാണ്. ഏത് ദിവസമാണ് ലോക അറബി ഭാഷാ ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം അസാമിൻ ആഷർ ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ഫി അയ്യത്തി സനത്തിൻ ഓലിനത്ത് അല്ലോത്തുൽ അറബിയ ലോത്തർ റസ്മിയ ലിൽ ഉമമിൽ മുത്തഹിദ, ഏത് വർഷമാണ് ഐക്യരാഷ്ട്രസഭ അറബി ഭാഷയെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിക്കൊണ്ട് പ്രഖ്യാപിച്ചത് എന്നാണ്. ഉത്തരം 1973. 1973 അറബി ഭാഷയെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിക്കൊണ്ട് ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചത്. നാലാമത്തെ ചോദ്യം നോക്കാം. ഫി അയ്യത്തി സനത്തിൻ ബദഅ ഇഹ്തിഫാലുൽ യൗമുൽ ആലമി ലിൽ ലോത്തിൽ അറബിയ, ലോക അറബി ഭാഷാ ദിനമായിക്കൊണ്ട് ആചരിക്കുവാൻ തുടങ്ങിയത് ഏത് വർഷത്തിലാണ് എന്നാണ്. ഏത് വർഷം മുതലാണ് ലോക അറബി ഭാഷാ ദിനം ആചരിക്കുവാൻ ആരംഭിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം 2010. 2010 മുതലാണ് ഡിസംബർ 18 ലോക അറബി ഭാഷാ ദിനമായിക്കൊണ്ട് ആചരിക്കുവാൻ ആരംഭിച്ചത്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. അവ്വൽ മോജമിൻ ഫിൽ ലോത്തിൽ അറബിയ, അറബി ഭാഷയിലെ ആദ്യത്തെ ഡിക്ഷണറി ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം അൽ ഐൻ ആണ് കേട്ടോ. കിതാബുൽ ഐൻ ആണ് അറബി ഭാഷയിലെ ആദ്യത്തെ ഡിക്ഷണറി എന്ന് പറയുന്നത്. ആറാമത്തെ ചോദ്യം നോക്കാം. അമീർ ഷുഅറാ മൻ, അമീർ ഷുഅറാ ആരാണ് എന്നാണ്. അമീർ ഷുഅറാ എന്ന് പറഞ്ഞാൽ കവികളുടെ നേതാവ് എന്നാണ്. കവികളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം അഹ്മദ് ഷൗഖി. എന്താണ്? അഹ്മദ് ഷൗഖിയാണ് ഉത്തരം. ഏഴാമത്തെ ചോദ്യം നോക്കാം. ഷാഇറുൻ മിസ്രിയുൻ ലുഖിബ ബിഷാഇറിൻ നീൽ, ഷാഇറുൻ നീൽ നൈൽ നദിയുടെ കവി എന്നറിയപ്പെടുന്ന ഈജിപ്ഷ്യനായിട്ടുള്ള കവി ആരാണ് എന്നാണ്. ഈജിപ്തുകാരനായിട്ടുള്ള ഒരു കവി, അദ്ദേഹം അറിയപ്പെടുന്നത് ഷാഇറുൻ നീൽ നൈൽ നദിയുടെ കവി എന്ന പേരിലാണ്. ആരാണ് അദ്ദേഹം എന്നാണ് ചോദ്യം. ഉത്തരം മുഹമ്മദ് ഹാഫിൽ ഇബ്രാഹിം ആണ്. മുഹമ്മദ് ഹാഫിൽ ഇബ്രാഹിം ആണ് ഷാഇറുൻ നീൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. മൻ ഹുവ അവ്വൽ വസീറിൽ താലീം ഫിൽ ഹിന്ദിൽ മുസ്തഖില്ല, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു എന്നാണ് ചോദ്യം. ഉത്തരം മൗലാന അബുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം. അത്വാഇറുൽ വതനി ലിൽ ഹിന്ദ്, ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ് എന്നാണ്. ഉത്തരം തോഊസ്, മയിലാണ് ഇന്ത്യയുടെ ദേശീയ പക്ഷി എന്ന് പറയുന്നത്. പത്താമത്തെ ചോദ്യം നോക്കാം. ഐന തഖഉ താജ്മഹൽ, താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ഉത്തരം ആഗ്ര, ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം. അവ്വൽ കിതാബിൻ ദുവ്വിന ഫിൽ ലോത്തിൽ അറബിയ, അറബി ഭാഷയിൽ ക്രോഡീകരിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം അൽ ഖുർആനുൽ കരീം. അടുത്ത ചോദ്യം. ഇസ്മുൻ നാഹർ ലി ലോത്തിൽ അറബിയ, അറബി ഭാഷയുടെ മറ്റൊരു പേരെന്താണ് എന്നാണ്. ഉത്തരം ലോത്തുൽ ലോദ്, ലോദിൻ്റെ ഭാഷ അഥവാ ലോദ് എന്ന് പറയുന്ന അക്ഷരത്തിൻ്റെ ഭാഷ എന്നാണ് അർത്ഥം. അടുത്ത ചോദ്യം നോക്കാം. അക്ബർ മോജമിൻ ഫിൽ ലോത്തിൽ അറബിയ, അറബി ഭാഷയിലെ ഏറ്റവും വലിയ ഡിക്ഷണറി ഏതാണ് എന്നാണ്. ഉത്തരം ലിസാനുൽ അറബ്, ഇബ്നു മൻസൂർ എഴുതിയിട്ടുള്ള ലിസാനുൽ അറബ് എന്ന് പറയുന്നതാണ് അറബി ഭാഷയിലെ ഏറ്റവും വലിയ ഡിക്ഷണറി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം. അവ്വൽ സ്വഹീഫത്തിൻ അറബിയ ഫിൽ ഹിന്ദ്, ഇന്ത്യയിലെ ആദ്യത്തെ അറബി പത്രം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം അന്നഫ്ഉൽ അലീം ലി അഹ്ലി ഹാദൽ ഇഖ്ലീം എന്നാണ്. അന്നഫ്ഉൽ അലീം ലി അഹ്ലി ഹാദൽ ഇഖ്ലീം. 15ാമത്തെ ചോദ്യം. മുസന്നിഫു മാദാ ഖസ്റൽ ആലം ബിൻ ഹിതാത്തിൽ മുസ്ലിമീൻ, മാദാ ഖസ്റൽ ആലം ബിൻ ഹിതാത്തിൽ മുസ്ലിമീൻ എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവ് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം അബുൽ ഹസൻ അലി അന്നദവി.
അടുത്ത ചോദ്യം അവ്വൽ ഖസീദ അറബിയ ലി അഹ്ലി കേരള. കേരളത്തിലെ ആദ്യത്തെ അറബി കവിത ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം അൽ വർദത്തു സക്കിയ. അടുത്ത ചോദ്യം അൽ ആലിമുൽ ഹിന്ദി അല്ലദീ നാല ജായിസത മലിക് ഫൈസൽ ഫി 1998 മീലാദിയ. 1998 മലിക് ഫൈസൽ പുരസ്കാരം നേടിയ ഇന്ത്യൻ പണ്ഡിതൻ ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം അബുൽ ഹസൻ അലി അന്നദവി. അവലുമന്നാല ജായിസത നൊബേൽ ലിൽ അദബിൽ അറബി. അറേബ്യൻ സാഹിത്യത്തിന് നൊബൽ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ സാഹിത്യകാരൻ ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം നജീബ് മഹ്ഫൂദ്. അടുത്ത ചോദ്യം അൽ മാറൂഫ് ബിഷാഇരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. ഉത്തരം ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. 20ാമത്തെ ചോദ്യം മുഅദ്ദിനുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാങ്ക് വിളിക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ്. ഉത്തരം ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു. അടുത്ത ചോദ്യം അവ്വലു സ്വഹീഫത്തിൻ അറബിയ ഫിൽ ആലം. ആദ്യത്തെ അറബി പത്രം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം അൽ വഖായിഉൽ മിസ്രിയ. അടുത്ത ചോദ്യം വാലിയോ ഇൽമുൻ നഹ്വ്. ഇൽമുൻ നഹ്വിൻ്റെ അഥവാ അറബി ഗ്രാമറിനാണ് ഇൽമുൻ നഹ്വ് എന്ന് പറയുന്നത്. അതിൻ്റെ വാലി ആരാണ്, അതിൻ്റെ സ്ഥാപകൻ ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം അബുൽ അസ്വദ് ദുവലി. അടുത്ത ചോദ്യം അവ്വൽ കിതാബിൻ ഫിൽ ഹദീസ്. ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം അൽ മുവത്ത. ഇമാം മാലിക്കിൻ്റെ അൽ മുവത്തയാണ് ഇൽമുൽ ഹദീസിലെ ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം അഖദമു ജാമിയ അറബിയ. ഏറ്റവും പഴയ അറബിക് യൂണിവേഴ്സിറ്റി ഏതാണ് എന്നാണ്. ഉത്തരം ജാമിയത്തു അൽ കാഹിറ ഫി മിസ്റിലെ അൽ കാഹിറ യൂണിവേഴ്സിറ്റി. 25ാമത്തെ ചോദ്യം നോക്കാം. അമീദുൽ അദബിൽ അറബി. അറേബ്യൻ സാഹിത്യത്തിൻ്റെ അമീദ്, അതിൻ്റെ ഗുരുവൈദ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം ത്വാഹ ഹുസൈൻ. ത്വാഹ ഹുസൈൻ ആണ് അമീദുൽ അദബിൽ അറബി എന്നറിയപ്പെടുന്നത്.